ആൻഡ് ജെന്റിൽമാൻ, ഞാൻ കുറച്ച് ലേറ്റായി പോയി എന്ന് എനിക്കറിയാം. ഐ എം സോറി ഗൈസ്. ഞാൻ ഡൽഹിയിലായിരുന്നു. ഒരു ഫോണിന്റെ ലോഞ്ചിന്റെ ഇവന്റിന് വിളിച്ചപ്പോൾ എനിക്ക് നോ പറയാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ പോയി. എന്താണെങ്കിലും വന്നു കഴിഞ്ഞ ഉടനെ കാണാൻ വരുന്ന ഒരു പടം, സത്യം പറഞ്ഞ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഞാൻ എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എന്നെ ഹഠാതായി ആകർഷിച്ച ഒരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ അവന്മാര് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് എഴുതിയിരിക്കുന്ന ഫോണ്ട് ഉണ്ടല്ലോ, കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, അത് ഏറെക്കുറെ അതേ സെയിം ഫോണ്ടാണ്. അത് കുഴപ്പമില്ല, ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് സിനിമ ഞാൻ ഇന്ന് പോയി കണ്ടായിരുന്നു. നമ്മുടെ കുഞ്ചാക്കോ ബോബനാണ് മെയിൻ ആക്ടർ. പ്രിയാമണി, ജഗദീഷ് ഏട്ടൻ, വിശാഖ് നായർ, ഒന്നും പറയാനില്ല വിശാഖ് നായറിനെ പറ്റി. മീനാക്ഷി, പിന്നെ ഒരുപാട് നല്ല കുറെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ ജിത്തു അഷ്റഫാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ചെയ്തിരിക്കുന്നത് ഷാഹി കബീർ ആണെന്ന് ജോസഫ് ഒക്കെ എഴുതിയത്. അതേപോലെ ജോബി വർഗീസ് രാജാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി. ഇഫ് ഐ എം നോട്ട് റോങ്, കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടർ പുള്ളിയാണ് ഇതിന്റെ മറ്റേ സിനിമാറ്റോഗ്രാഫി. ജാക്സ് ബിജോയ് മ്യൂസിക് പൊള്ളിയായിരുന്നു കേട്ടോ, പൊളി, വെറും പൊളി. പിന്നെ ചമൻ ചാക്കോ എഡിറ്റിംഗ് കിട്ടിലായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ കൊണ്ടുണ്ട് ഈ പടത്തിൽ, പൊള്ളിയാണ്, പൊളി. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ശങ്കരൻ എസ്, KC സിദ്ധാർത്ഥ്, വിഷ്ണു സുജാതൻ. എന്തായാലും പടം കൊള, നല്ല രസമുണ്ട്, നല്ല ജില്ലാണ്, നല്ല വില്ലന്മാരും, നല്ല അവന്മാർക്കൊക്കെ കാണാൻ കൊടുക്കണമെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സെറ്റ് ഓഫ് ബഞ്ച് ഓഫ് വില്ലന്മാർ, വിച്ച് ഇസ് അതിൽ വിശാഖ് നായരാണ് എൻ്റെ മെയിൻ ലീഡർ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പുള്ളി ഒരു കോമഡി പീസായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നതാണ്, കുപ്പി എന്നൊക്കെ പേര് വെച്ചിട്ട്. എന്നിട്ട് ഇപ്പോൾ അണ്ണൻ വേറെ ലെവൽ ടെറർ ആക്ടിങ് ആണ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ആ ഒരു ഫുൾ ഗ്യാങ് നൈസായിരുന്നു. എനിക്ക് റംസാന് വേറെ ആരെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയെന്ന് എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഒപ്പീനിയൻ. വല്ല നമ്മുടെ മറ്റേ പയ്യനുണ്ടല്ലോ, ഒരു മറ്റേ പണിയിലൊക്കെ ഉള്ള അതായത് സാഗറോ, അവനെയൊക്കെ വെച്ചിരുന്നെങ്കിൽ വേറെ ലെവലിൽ നിന്നേനെ, കുറച്ചും കൂടെ ഒരു ടെറർ വന്നേനെ എന്നെനിക്ക് ഫീൽ ചെയ്ത്. പക്ഷെ കുഞ്ചാക്കോ ബോബൻ, മാൻ, വാട്ട് എ പെർഫോമൻസ് മാൻ. ചില സീനൊക്കെ നെരിപ്പായിരുന്നു, ഒരു രക്ഷയില്ല. ചില ഇമോഷണൽ സീൻസ്, ചില മറ്റേ പാനിക്കാവുന്ന സീന്, ആ പാനിക്കാവുന്ന സീനൊക്കെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന കുറേ സീനുണ്ട്, പൊളി. അതേപോലെ ആക്ഷൻ, ഇതിൽ 2 അടിയുണ്ട്, കിട്ടില്ല 2 ഫൈറ്റ് സീക്വൻസ്. ഒന്ന് ക്ലൈമാക്സും അതിന് മുന്നേ ആയിട്ടുള്ളൊരു സീനും കിടില, സൂപ്പർ. സിനിമ സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചും കൂടെ ഒന്നും കൂടെ ക്രിസ്പാക്കായിരുന്നു എന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. അതായത് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ കുറച്ച് വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതായത് വി ഗെറ്റ് ഇറ്റ്, മനസ്സിലായി എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ബട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത്രയ്ക്കും അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വലിച്ചു നീട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇസ് ലൈക്ക് തീപ്പൊരി ആയിട്ടാണ്, മറ്റേ വെടിയും പുകയും പോലെയാണ് പോണത്. എന്തായാലും അടിപൊളി പടം, എനിക്ക് ഇഷ്ടപ്പെട്ട്, നൈസായിരുന്നു, കൊള്ളായിരുന്നോ, പൊളിയായിരുന്നു. അതിന് ശേഷം ഞാൻ ഡ്രാഗൺ കണ്ടു. മോനെ, ഡ്രാഗൺ അശ്വിന്ത് മാരിമുത്താണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓ മൈ കടവുൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. റൈറ്റിംഗ് ക്രെഡിറ്റ് അശ്വന്ത് മാരിമുത്ത്, പ്രദീപ് രംഗനാഥ്. അവനും ഉണ്ടല്ലോ എൻ്റെ എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നി അണ്ണനെയാണ് അഭിനയിച്ചേക്കുന്നത്. നമ്മുടെ ലവ് ടുഡേയിലെ നമ്മുടെ AGSന്റെ പ്രൊഡക്ഷനാണ്. മ്യൂസിക് ബൈ ലിയോൺ ജെയിംസ് പ്രേം. കിടിലം പടമായിരുന്നു കേട്ടോ. അതിൽ എടുത്തു പറയാനുള്ളത് പ്രദീപ് രംഗനാഥൻ കിടിലമായിരുന്നു. നമ്മുടെ അനുപമ പരമേശ്വരൻ സൂപ്പർ, കൊയ്യോ കിടിലം. മിഷ്കിൻ അടിപൊളിയായിരുന്നു. നമ്മുടെ കയാഡു ലോഹർ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ KS രവികുമാറുണ്ട്. പിന്നെ നമ്മുടെ കൈദിയിലെ മറ്റേ ചേട്ടല്ലേ, മറ്റേ കോൺസ്റ്റബിൾ ചേട്ടൻ, പുള്ളിയുടെ ഒരു സാധനം ഉണ്ട് ക്ലൈമാക്സിൽ. ആരായാലും കരഞ്ഞു പോകും കേട്ടോ ആ സാധനം. മണ്ടാരടങ്ങാൻ എനിക്ക് അതുവരെ ഞാൻ ആ സിനിമ പിടിച്ചിരുന്നു. ആ ഒരൊറ്റ സാധനം. മാൻ, ഏതൊരു മോനും സ്വന്തം ഫാദറിന്റെ കയ്യിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്കുകളാണ് അത് കൈൻഡ് ഓഫ് എൻ്റെ കൺട്രോൾ. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ ഒരു സീൻ. കിട്ടില്ല പടം. ഇറ്റ് ഈസ് സോ ഗുഡ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഡോൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഏകദേശം അതേ ഒരു കോളേജ് ലൈഫ്, തല്ലിപ്പൊളി അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, സിനിമ അടിപൊളിയായിട്ടുണ്ട്. അതായത് ഇതിൽ ലോജിക്കും തേങ്ങാക്കൊലയൊന്നും നോക്കരുത്. ഒരു ഫീൽ ഗുഡ് കോമഡി ഫൺ പരിപാടി, അതാണ് സാധനം. അത് നല്ല ക്ലാസ്സിൽ അവരത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു തല്ലിപ്പൊളിയായിരുന്ന ഒരു പയ്യൻ മറ്റേ തഗ്ഗ കടിച്ച് കിടക്കണം, ഞാൻ വെറും തൊട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കിടക്കണം, അവൻ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കണേ കൊണ്ടല്ലോ, അതൊക്കെ സൂപ്പറായിരുന്നു. എസ്പെഷ്യലി ദ ക്ലൈമാക്സ്, എവറിത്തിങ് വാസ് സോ ഗുഡ്. ഞാൻ ചില പോയിന്റിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് സ്വപ്നമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ, അങ്ങനെ വരൂ, ഇത്ര എളുപ്പമാണ് ലൈഫ്. ഇരിക്കുന്നതിനെയൊക്കെ കംപ്ലീറ്റ്ലി സെക്കൻഡ് ഹാഫിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോയി. ഭയങ്കര രസമാണ്.
ഒരുത്തൻ കുറേ ബാക്ക് പേപ്പർ എഴുതാൻ നടക്കുന്നതാണ് സിനിമ. പക്ഷേ എന്ത് രസമാണ്, ഇറ്റ് ഹാസ് എ ഹാർട്ട്. ഈ സിനിമയ്ക്ക് ഒരു നല്ലൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമ്മളെ മനസ്സ് നിറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങും. അത്ര രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ പറയാം എല്ലാവർക്കും ഇത് വർക്ക് ആവണമെന്നില്ല. പക്ക ഒരു എന്താ പറയുക പിള്ളേർ സെറ്റ് പടമാണ്. ഇറ്റ്സ് സോ മച്ച് ഫൺ. ഇറ്റ് ഈസ് സോ മച്ച് ഫൺ. ആൻഡ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ആവും. ലൈഫിൽ തല്ലിപ്പൊളിയായിട്ട് നടന്നവന്മാർക്ക് ഇത് മനസ്സിലാവും. അങ്ങനെയൊക്കെ നല്ലൊരു സിനിമ. അതിൽ അനുപമയൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് പുള്ളിക്കാരിയൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കണ കാണുന്നത്. ഗംഭീരം. ബ്യൂട്ടിഫുള്ളി ഷി ഹാസ് ആക്ടഡ്. പിന്നെ ക്ലൈമാക്സിൽ ഒരു മുട്ടൻ ക്യാമിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അതായത് ആ മ്യൂസിക്കും ആ ക്യാമിയോ ഒക്കെ നൈസായിരുന്നു. അതേപോലെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ വൈബ് പടം നല്ല വൈബ് ചെക്ക് നല്ല സെറ്റായിരുന്നു. കട്ട ഓറ 999 ഓറ തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഡ്രാഗണും ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ സെക്കൻഡ് ഹാഫിനെ ഒന്നും കൂടെ ഒന്ന് ക്രിസ്പാക്കായിരുന്നു. പിന്നെ മറ്റേ ക്ലൈമാക്സ് ഫൈറ്റിൽ ആ ഷേക്കി ക്യാം കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കായിരുന്നു. ബിക്കോസ് അതിലൊരു നല്ല കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഫൈനലിൽ. പക്ഷേ കുറേ സാധനം ഇങ്ങനെ മറ്റേ ക്യാമറ ഇട്ട് കുലുക്കി ഷേക്കി ക്യാം വെച്ചിട്ടുള്ള പരിപാടി. ഈ ഷേക്കി ക്യാം സത്യം പറഞ്ഞാൽ ഇങ്ങനെ യൂസ് ചെയ്യില്ലടേ. എല്ലാവരും ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഷാക്കി ക്യാമാണ്. എന്തിനാണ് നല്ല രീതിയിലൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്താൽ തെറ്റാണ്. അപ്പോൾ എന്തിനാണെങ്കിലും സിനിമ 2 പടവും കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് പറയുക. ഞാൻ പോണടേ. ഇനി വേറെ പടമൊന്നും ഇല്ലല്ലോ, ഞാനൊന്നും കാണാനും ഉദ്ദേശിക്കുന്നില്ല. ബാക്കി പടങ്ങളൊക്കെ OTT കണ്ടോളൂ. ഇതിപ്പോൾ ലവ് ടുഡേ ആ പയ്യനായതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പടം പോയി കണ്ടത്. മറ്റേ ധനുഷിൻ്റെ പടമൊന്നും ഞാൻ പോയി കാണാനില്ല, പിന്നെ വേറെ പണിയൊന്നുമില്ല. പിന്നെ മറ്റേ ബേബി ഓൺ ബോർഡും OTTയിൽ ഇറങ്ങുമ്പോൾ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. ചിലപ്പോൾ ബോറടിക്കുമ്പോൾ പോയി കണ്ടെന്ന് പറയും കേട്ടോ. എന്തിനാണെങ്കിലും ഇത് 2 സൂപ്പർ പടമായിരുന്നു. നല്ല 2 പടം കണ്ട് എൻജോയ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഞാൻ ചില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ചായ ചിയേഴ്സ്. ബൈ.